ഇത്രയും പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ടും ഈ പടം കാണാതിരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ OTT വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് ഒന്നേ അറിയുള്ളൂ, നിങ്ങൾ നഷ്ടപ്പെടുന്നത് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. കാരണം മലയാളത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്ര നല്ലൊരു എന്താ പറയുക ഒരു സൂപ്പർ ഹീറോ ഒരു കണ്ടന്റ് തരുന്നൊരു സിനിമ എനിക്ക് ഇറങ്ങിയിട്ട് തോന്നുന്നില്ല. ഇപ്പം മിന്നൽ മുരളിയും അല്ലെങ്കിൽ വേറെ കൽക്കി ആ രീതിയിലൊക്കെ പറയാമെങ്കിലും എനിക്ക് പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയാണ്. കാരണം നമ്മുടെ മലയാളത്തില് അതായത് മലയാളത്തിൽ നമുക്കറിയാവുന്ന മിത്തുകളും നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന മിത്തുകളും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറങ്ങിയത്. കാരണം ഇതിന്റെ എന്താ പറയുക ഡയറക്ടറുടെ ഒരു വിഷയം എന്തായാലും നല്ലൊരു കഴിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. അല്ലെങ്കിൽ എന്താ പറയുക കൽക്കി അല്ലെങ്കിൽ വേറെ ഇതോട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കാണുന്ന മലയാളി പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം നമ്മൾ കേട്ട് വളർന്ന കഥകളും അങ്ങനത്തെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. അത് കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ കഥ വരുന്നത്. സിനിമയിലേക്ക് വരുവാണെങ്കിൽ കല്യാണി പ്രിയദർശൻ പുള്ളിക്കാരുടെ കരിയർ ബെസ്റ്റ് പടം എന്ന് തന്നെ പറയാം. കാരണം അമ്മാതിരി ആക്ഷൻ സീനാണ് അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മളെ എല്ലാവരെയും ഫാനാക്കി കളയും. അമ്മാതിരി പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. കല്യാണി തന്നെയല്ല, നെസ്ലൻ, ചന്തു സലീം, പിന്നെ കുറെ കാമി റോൾസ് ഉണ്ട്. പക്ഷെ അതെല്ലാം എത്ര കാമി ഉണ്ടെന്നല്ല, കല്യാണിയുടെ ഒരു എലവേഷൻ സീൻ ഉണ്ട്, ഒരു ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സീൻ മതി ഈ സിനിമയുടെ റേഞ്ച്. നമ്മളെ വിചാരിക്കുന്നത് നമ്മൾ മലയാള സിനിമേനെ ആണ്. കാരണം അമ്മാതിരി കാര്യങ്ങളല്ലേ ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു കൊച്ചുകുട്ടിയുടെ സീൻ തൊട്ട് ഒരു ഈ കല്യാണിയുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന ആ ഒരു സീനുണ്ട്. ആ ഒരു സീൻ തന്നെ മതി നമുക്ക് ഈ കൊടുത്ത കാശ് പോലെ. അമ്മാതിരി ഐറ്റമാണ് ഇതിന്റെ ഡയറക്ടർ ചെയ്തു വെച്ചേക്കുന്നത്. പുള്ളി തന്നെയാണ് ഇതിന്റെ തിരക്കഥ എഴുതിയേക്കുന്നത്. ആ ഒരു സീൻ പറഞ്ഞില്ലേ, ആ ഒരു സീൻ മാത്രം മതി. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കലാണ്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. ആ ഒരു ഇംഗ്ലീഷ് സോങ് അല്ലാത്ത ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇൻട്രോയിൽ ഒരു സോങ് ഉണ്ട്. അതൊക്കെ സൂപ്പറായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ആ കറക്റ്റ് പടം കാണാൻ മനസ്സിലാവും. എന്താ പറയാ, നമുക്ക് മലയാളത്തിൽ സൂപ്പർ ഹീറോ മൂവി കണ്ടിട്ട് മൂവി നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ്. കാരണം ഇതിനകത്ത് എന്താ പറയുക അങ്ങനത്തെ ഒരു ആക്ഷൻ മാത്രമല്ല, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു പാക്കേജ് ആയിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഇത് നമുക്ക് നിർത്തുന്നുമില്ല. ഇപ്പൊ ഇതൊരു ചാപ്റ്റർ 1 നമുക്കൊരു യൂണിവേഴ്സിലോട്ടാണ്. അതായത് വേറെ നമ്മള് ചുമ്മാ യൂണിവേഴ്സ് വേറെ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കാട്ടിയൊക്കെ ബെറ്റർ നമ്മളിപ്പം മലയാളത്തിൽ നിന്ന് ഈ ഇതിന്റെ യൂണിവേഴ്സ് തന്നെയാണ്. കാരണം ഇപ്പൊ ചാപ്റ്റർ 2 എന്നും പറഞ്ഞ് വേറെ ഉണ്ട്. അതും അവസാനിക്കുന്നത് അതായത് ടൈലൻഡ് അവസാനിക്കുന്നത് കിടുവായിട്ട് തന്നെയാണ്. അത് വേറൊരു നടന്റെ ഇതിലായിരിക്കും വരുന്നത് മിക്കവാറും. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ആ ടൈലൻഡും കാണിക്കുന്നത്. മൊത്തത്തില് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തില് യൂത്തിനായാലും ഫാമിലിക്കായാലും എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടും. ആർക്ക് കണ്ടാലും നഷ്ടം വരുന്നില്ല. കാരണം അമ്മാതിരി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് സിനിമ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ആരും കാണാതിരിക്കരുത്. കാണാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും കാണുക, അഭിപ്രായം പറയുക.